വെൽക്കം ടു യുവർ 3-minute എക്സാം ഗൈഡ്. നമസ്കാരം കൂട്ടുകാരെ. SSLC കെമിസ്ട്രി പരീക്ഷയെക്കുറിച്ചോർത്ത് ആധി വേണ്ട. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണിത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യത്തെ പാഠഭാഗത്ത് നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ നിന്നാണ്. S, P, D, F എന്നീ സബ്ഷെല്ലുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ തന്നാൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രോമിയം, Cr24, കോപ്പർ, Cu29 എന്നിവയുടെ ക്രമീകരണം. ഇവയുടെ പ്രത്യേകത സ്റ്റെബിലിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കൂടാതെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ എന്നിവ കണ്ടെത്താനും പഠിക്കണം. 2. ഗ്യാസ് നിയമങ്ങളും മോൾ സങ്കല്പവും. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം എന്നിവയുടെ നിർവചനങ്ങളും അവ തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കുക. മോൾ സങ്കല്പത്തിൽ നിന്ന് കണക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. GMM, ഗ്രാം മോളിക്കുലാർ മാസ്, GAM, ഗ്രാം അറ്റോമിക് മാസ് എന്നിവ ഉപയോഗിച്ച് മോൾ എണ്ണം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം STPയിൽ 22.4 ലിറ്റർ ആയിരിക്കും എന്ന കാര്യം മറക്കരുത്. 3. ലോഹനിർമ്മാണം, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന രീതികൾ, ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ ഏതെല്ലാമെന്ന് അറിഞ്ഞിരിക്കണം. അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന ഹോൾ ഹെറോൾഡ് പ്രക്രിയ വളരെ പ്രധാനമാണ്. ഇതിലെ ആനോഡ്, കാഥോഡ് ഏതാണെന്നും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും പഠിക്കുക. 4. ഓർഗാനിക് കെമിസ്ട്രി, IUPAC നെയിമിംഗ്. പല കുട്ടികൾക്കും പ്രയാസമുള്ള ഭാഗമാണിത്, എന്നാൽ ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിവയുടെ പൊതുവായ ഫോർമുലയും IUPAC നാമകരണ രീതിയും പഠിക്കണം. ഫംഗ്ഷണൽ ഗ്രൂപ്പുകളായ OH, ആൽക്കഹോൾ, COOH, കാർബോക്സിലിക് ആസിഡ്, CHO, ആൽഡിഹൈഡ് എന്നിവ വന്നാൽ പേരെങ്ങനെ മാറുന്നുവെന്ന് നോക്കുക. ഐസോമെറിസം എന്ന ഭാഗവും വിട്ടുപോകരുത്. 5. രാസപ്രവർത്തനങ്ങളും ഊർജ്ജമാറ്റവും. അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയ, സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിനുള്ള കോൺടാക്ട് പ്രക്രിയ എന്നിവയിലെ രാസവാക്യങ്ങളും അവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും കാറ്റലിസ്റ്റ്, ടെമ്പറേച്ചറും പഠിക്കണം. ലേ ഷാറ്റലിയർ തത്വം ഉപയോഗിച്ച് സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കണ്ടെത്താൻ ചോദ്യം വരാം. പരീക്ഷാ ടിപ്സ്. കെമിക്കൽ ഈക്വേഷനുകൾ എഴുതുമ്പോൾ അവ ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഉദാഹരണത്തിന് ഗാൽവാനിക് സെൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കുന്നത് ആത്മവിശ്വാസം കൂട്ടും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു പരീക്ഷാകാലം ആശംസിക്കുന്നു.